ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരറിയാലോ, മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ കൾച്ചറൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യത്തെ പേജ് നിങ്ങൾ കണ്ടല്ലോ, മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്. അതിൽ കുറച്ച് വരികളല്ലേ തന്നിട്ടുണ്ട്. അതായത് 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച ഒരു കൃതിയാണ് പെരുമാൾ തിരുമൊഴി. അതിലൊരു ഭാഗമാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ദൈവത്തിന് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പ്രധാനമായി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മുടെ ഭക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങൾ, മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 7th and 12th centuries. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. എന്താണ് ഈ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? പ്രാദേശികമായ ഭാഷ. അതായത് ആ ഒരു ലോക്കാലിറ്റിയിൽ നിലനിൽക്കുന്ന ഭാഷ, അതിലൂടെ ഉള്ള കീർത്തനങ്ങൾ രചിക്കാത്തവരുടെ ആലാപനം. പിന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് എന്താ പറയുക? ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിനോട് നമ്മൾ സ്നേഹവും അതേപോലെ ദൈവത്തിന് സമർപ്പിക്കുക. ഓക്കെ, പിന്നെ ഡീപ്പ് ഡിവോഷൻ ടു ബി ബിലൗഡ് ഡയറ്റി. അതായത് ദൈവത്തോട്, നമുക്ക് ഓരോ ദൈവങ്ങളും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അതിനോടുള്ള അകമായ ആരാധന, അതാണ് ഡയറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ്റെ സ്ത്രീകളുടെ തുല്യമായ പങ്കാളിത്തം. അതേപോലെ ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഇതാണ് സ്പെഷ്യാലിറ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 7th and 12th. അപ്പോൾ എന്തൊക്കെ പറയാം? കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. Next, love and submission to God, deep devotion to the beloved deity, equal participation of women, access to all irrespective of a caste. ഇത്രയും പോയിന്റ് നമുക്ക് പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ഒരു ഭക്തി പ്രസ്ഥാനം നിലകൊണ്ടുന്നത്. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പറയാം? തമിഴ്നാട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് ബ്രോട്ട് അബൌട്ട് ദ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് ഈ ഭക്തി മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നത്. അവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഈ ഒരു ഭക്തി മൂവ്മെൻറ്റ് കൊണ്ടുണ്ടായത്? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മേക്ക് എ നോട്ട് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് ബ്രോട്ട് അബൌട്ട് ദ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, അത് നമ്മുടെ അതിൻ്റെ തൊട്ട മുകളിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ദ ഭക്തി മൂവ്മെൻറ്റ് എമേഴ്സ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്. അപ്പം തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു പോപ്പുലർ മൂവ്മെൻ്റ് ആയിട്ട് വളർന്നത്. ആൾവാസ് ആൻഡ് നായനാസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ. ആഴ്വാർമാർ, നായനാർമാർ ഇവർ ഈ പ്രാദേശിക ഭാഷകളിൽ ഇങ്ങനെ ഭക്തി ഗാനങ്ങളൊക്കെ പാടി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ സഞ്ചാരം നടത്തിയിരുന്നു. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ എന്താണ്? ഭക്തി വളരെ പോപ്പുലറായി. ദ കോമ്പോസിഷൻ ഓഫ് ഭക്തി പോയറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ കോമൺ പീപ്പിൾ വെൻ ഇവിൾ പ്രാക്ടീസസ് ആൻഡ് ഇക്വാലിറ്റി വർ ഡോമിനൻറ്റ്. അന്നത്തെ കാലത്ത് ഇവിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾ, അതേപോലെ തന്നെ എന്താണ് അസമത്വങ്ങൾ ഒക്കെ ശക്തമായിരുന്ന കാലത്ത് ഈ ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ വളരെയധികം സ്വാധീനിച്ചു.
ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദ സൊസൈറ്റി വർ ക്വസ്റ്റ്യൻഡ്. അപ്പോൾ ഒരു ആവശ്യവും ഇല്ലാത്ത ചില സിസ്റ്റമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി വർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. അങ്ങനെ എല്ലാവരും ഈ ഒരു അനാചാരം, അസമത്വം, ഇൻഇക്വാലിറ്റി ഇതുകൊണ്ടൊക്കെ ആൾക്കാർ മടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് എല്ലാ ജനങ്ങളും എന്തായി, വളരെ വേഗത്തിൽ തന്നെ അട്രാക്റ്റഡായി. ഓക്കെ. ദ റൈറ്റിങ്സ് ഓഫ് ആൾവാസ് ആൻഡ് നാനാസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുസം. അപ്പോൾ ഹിന്ദു മതത്തെ കൂടുതൽ ജനകീയമാക്കാൻ ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് അതൊക്കെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഭക്തി പ്രസ്ഥാനത്തിലെ പ്രോമിനൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? ഡിവോട്ടീസ് ഓഫ് വിഷ്ണുവിൻ്റെ ഭക്തർ, വിഷ്ണുവിൻ്റെ ഭക്തന്മാരെ എന്താ പറയും? ആൾവാമാർ എന്ന് പറയും. അതേപോലെ ഡിവോട്ടീസ് ഓഫ് ശിവഭക്തന്മാരെ എന്ത് പറയും? നായനാർമാർ എന്ന് പറയും. ഇനി അടുത്തത് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഓക്കെ. പിന്നെ കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസ്കർ. ഓക്കെ. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരാളെക്കുറിച്ച് പഠിക്കാം, ബസവണ്ണ. ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ബസവണ്ണ. അടുത്ത പേജിൽ നമ്മൾ പഠിക്കുന്നത് ബസവണ്ണയെ കുറിച്ചാണ്. ബസവണ്ണ എന്ന് പറയുന്ന ആരാണ്? കന്നഡ ദേശത്തെ ഒരു മനുഷ്യസ്നേഹിയായ ആളായിരുന്നു ബസവണ്ണ. അപ്പോൾ ബസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം, ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാം? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, അതെന്തായാലും ഉണ്ട്, ജാതീയമായ വിവേചനങ്ങളുണ്ട്. പിന്നെ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, മതപരമായ വേർതിരിവ്. പിന്നെന്താണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരാളായിരുന്നു ആര്? ബസവണ്ണ. ഇനി അടുത്തത് നമുക്ക് വീരശൈവ ആരാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം ആണെന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബ്രാഹ്മിണൽ സൂപ്രമസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണ വേദാവിത്വത്തെയും അതേപോലെ വേദങ്ങളെയും ചോദ്യം ചെയ്തു. നെക്സ്റ്റ്, പീപ്പിൾ വർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ. ഇപ്പം ജാതി വിവേചനം, സ്ത്രീകളുടെ എതിരെ വിവേചനം, ഇതിനെതിരെയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെ മോണോതിസം വാസ് എൻകറേജ്ഡ്. മോണോതിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ദൈവത്തിലുള്ള വിശ്വാസം. ഓക്കെ. കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം എതിർത്തു. എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പബേർട്ടി ആൻഡ് വിഡോ മാരേജ്, പ്രായപൂർത്തിയായിട്ടുള്ള വിവാഹം, അതേപോലെ തന്നെ വിധവകളെ വീണ്ടും കല്യാണം ചെയ്യിപ്പിക്കുക, ഇതിനെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. അപ്പം വീരശൈവ മൂവ്മെൻറ്റിൻ്റെ എന്തൊക്കെയാണ് പ്രസ്ഥാനങ്ങൾ? അതാരാണ്? വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് ആരാണ്? ബസവണ്ണയാണ്. ഓക്കെ. ഇത് കർണാടകയിലെ ബസവ കല്യാണി സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമയാണ്. അപ്പം ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ. ഇനി ബസവണ്ണാസ് മെസ്സേജസ് ഹൈലൈറ്റിംഗ് ഹ്യൂമനിസം ആൻഡ് ഇക്വാലിറ്റി. അപ്പം എന്താണ്? മനുഷ്യസ്നേഹം ഉയർത്തിക്കാട്ടിയ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എന്തെല്ലാം ആണ്? ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രോസ്പർ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എല്ലാ മനുഷ്യന്മാർക്കും അവകാശങ്ങളൊക്കെ തുല്യമാണ്, അവ ഏത് ജാതിപ്പെട്ടവനാണെങ്കിലും. ഇൻ്റർമീഡിയറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്.
ഈശ്വരനെ ആരാധിക്കുന്നതിന് ആരെയും ഇടനില ആവശ്യമില്ല. ദർ ഈസ് നോ റീബർത്ത് ലൈഫ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി. നമ്മൾ വീണ്ടും ജനിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. ഈ ജന്മം നമ്മൾ നല്ല ധന്യമായിട്ട് ജീവിക്കാൻ, അടിച്ചുപൊളിച്ച് ജീവിക്കാൻ. ഓക്കെ, ഇനി അടുത്തത് ദ വീരശൈവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ദ കാസ്റ്റ് സിസ്റ്റം ഇൻഇക്വാലിറ്റീസ് ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ എന്തൊക്കെയാണ്? ബ്രാഹ്മണിൽ സുപ്രമസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് വർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണരുടെ എന്താണ് സൂപ്പർമസിയും അതേപോലെ വേദയെയും പറ്റിയൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. Monotheism was encouraged, convinced the people about the greatness of work and labor. He opposed child marriage, encouraged marriage after puberty and widow marriage. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർ ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? ഓർഗനൈസ് എ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ആരെ പറ്റിയിട്ടാണ്? കർണാടകത്തിലെ ബസവണ്ണയും അദ്ദേഹത്തിൻ്റെ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കബീറിനെ കുറിച്ചാണ്. കബീർ എന്ന് പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫേമസ് പ്രചാരകനായിരുന്നു കബീർ. ഓക്കെ, who was the propagator of the Bhakti movement who lived in northern India, present-day Uttar Pradesh in the 15th century. അപ്പോൾ 15th സെഞ്ച്വറിയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ വസിച്ചിരുന്ന ഒരു പ്രൊപ്പഗേറ്ററായിരുന്നു കബീർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഈക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് പീപ്പിൾ? ഓക്കെ, എന്തൊക്കെയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്? കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ ഹൈംസ് നോൺ ആസ് ദോഹാസ്. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അതിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ കബീർ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് എന്തുകൊണ്ട്? ത്രൂ ദോഹാസ്. He composed his hymns in a language that common people could understand. അദ്ദേഹം എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലായിരുന്നു ആ ഹൈംസൊക്കെ രചിച്ചിരുന്നത്. ഓക്കെ, കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അദ്ദേഹം ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഈ ഓപ്പോസിറ്റ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡൽ വർഷിപ്പ്. അപ്പോൾ അദ്ദേഹം ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, അതേപോലെ മരണാനന്തര ചടങ്ങുകൾ, പിന്നെ ഐഡൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിഗ്രഹം ആരാധിക്കുക, ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തു. ഓക്കെ, ഇനി അടുത്ത കബീർ ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയസ്, റേസ്, ലെഗസി, വെൽത്ത്. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനും വേർതിരിവുകളെയും അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തു. കബീർസ് തോട്ട് ആൻഡ് ആക്ടിവിറ്റീസ് വർ ഇമെൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. അപ്പോൾ ഈ ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. അദ്ദേഹം മതങ്ങളുടെ ഒരു പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തിരുന്നു. ഹി ഓൾസോ ഇഗ്നോർഡ് ദ എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻ. ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ആചാര രീതികളുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കബീർ ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്, പ്രൊപ്പഗേറ്റഡ് ഭക്തി ഹാസ് മീൻസ് ഓഫ് സാൽവേഷൻ. മതങ്ങളുടെ അതായത് ഗോഡിന് എന്താണ് ഒരു ഫോം ഒന്നുമില്ല, ദൈവത്തിന് അരൂപിയായ ഒരു ദൈവം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. രൂപമൊന്നുമില്ല. ഈ ഒരു ഭക്തിയെയാണ് അദ്ദേഹം സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗമായി അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അപ്പോൾ കബീറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അല്ലേ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് പീപ്പിൾ? അതിൻ്റെ ആൻസറാണ് ഇത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് റെഡ് കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ് ആൻഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. കബീറിൻ്റെ ദോഹ കഥ, അതിൻ്റെ ഇടയിൽ പേജ് 30 ഒരു കഥയുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താണ് കഥ? ഒരിക്കൽ ദുഃഖിതനായിരുന്ന ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു.
അപ്പോൾ അയാൾ പറഞ്ഞെന്താ, കർമ്മഫലം അല്ലാതെ എന്ത് പറയാൻ, അതായത് വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്ന, അതുകൊണ്ട് എന്തെങ്കിലും മന്ത്രവാദം നടത്തണമെന്ന്. അപ്പോൾ കബീർ അത് കേട്ടപ്പോൾ എന്തായി, പൊട്ടിച്ചിരിച്ച്. എന്ത് രോഗശാന്തിക്ക് മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല, ചികിത്സിക്കണം, എന്നാലേ രോഗം ഭേദമാകൂ എന്ന് പറയും. മറ്റൊരിക്കൽ കബീറും കൂട്ടരും ആളുകൾക്ക് ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കൊത്തുന്നവരും ഒക്കെയാണ്, തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അപ്പം കബീർ കൂട്ടരും ആ ഗിഫ്റ്റൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്റ്റോറി ഒരു ബോക്സിൽ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നാണ് നമുക്ക് ഇതെന്താ, പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷ്യൻസ്. കബീർ ജനങ്ങളെ ഈ സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇനി നമുക്ക് എന്താ എഴുതാം, റിലീജിയസ് ട്രഡീഷൻസ് വെർ കംപ്ലീറ്റ്ലി റിജക്റ്റഡ്. ഭക്തി വാസ് പ്രൊപ്പഗേറ്റഡ് ആസ് മീൻസ് ഓഫ് സാൽവേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നമുക്ക് ആരെ പറ്റിയാണ് പഠിക്കാനുള്ളത്, ഗുരു നാനാക്കിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ബസവണ്ണയെക്കുറിച്ച് പഠിച്ചു, കബീറിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഗുരു നാനാക്ക് കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി വായിച്ചല്ലോ. എന്താണ് ഈ സ്റ്റോറി, എന്താണ്, വൺസ് ഗുരു നാനാക്ക് ആൻഡ് ഭായ് മർദാന കെയിം ടു റെസ്റ്റ് അറ്റ് സജ്ജൻസ് തഗ്സ് ഇൻ. ഒരിക്കൽ സജ്ജൻ തഗ്ഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാൻ, റെസ്റ്റ് ചെയ്യാൻ ഗുരുനാനാക്കും ഭായ് മർദാനയും എത്തി. അവിടെ വരുന്നവരെയൊക്കെ റോബറി ചെയ്യുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി ഉറങ്ങിയില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥന ഗാനങ്ങൾ, അതിൻ്റെ പേരാണ് ഷാബാദ്, ഒക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് ശരിയല്ല എന്നർത്ഥം വരുന്ന വരികളാണ് ഗുരുനാനാക്ക് ആലപിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സജ്ജൻ തഗ്ഗിൻ എന്താക്കി, തൻ്റെ തെറ്റൊക്കെ മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ച് എന്നിട്ട് മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധമായി ജീവിക്കാനും ഗുരുനാനാക്ക് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. അപ്പോൾ നമുക്ക് ചോദിക്കണം, വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി. നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? എന്താണ്, പേജ് 31 നിങ്ങൾക്ക് കോളം ഫില്ല് ചെയ്യാനാണ്. ഇറ്റ് ഈസ് അൺജസ്റ്റ് ടു റോബ് അതർ ഫോർ ദെയർ വെൽത്ത്. നമ്മൾ റോബറി ചെയ്യാൻ പാടില്ല, കൊള്ളയടിക്കാൻ പാടില്ല, കള്ളത്തരം ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റരുത്. ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്റേക്ക്. നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക്, തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഗീവ് ദ സ്റ്റോളൻ മണി ടു ദ പുവറിന്, അതായത് പാവപ്പെട്ടവർക്ക് മോഷ്ടിച്ച പണം നമ്മൾ നൽകണം. ലീവ് ഹോണസ്റ്റ്ലി, നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യനാണ്, പേജ് 32 ക്വസ്റ്റ്യന്. എന്താണ്, മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനാക്ക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. മതസഹിഷ്ണുത, സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരു നാനാക്ക് എന്തെല്ലാം മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്, അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഹീ ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് തോട്ട്സ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു. ഓക്കെ, ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം സഞ്ചരിച്ചു. ഗുരുനാനാക്ക് വാസ് അഗേൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അദ്ദേഹവും ഈ അനുഷ്ഠാനങ്ങളിലെ ഈ റിലീജിയസ് ആയിട്ടുള്ള പല ആചാരങ്ങളുണ്ടാവും, അദ്ദേഹം അതിനെയും എതിർത്തിരുന്നു. ഈ അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്, ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ പ്രൊമോട്ടഡ് ദ ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡൽട്രി, പിൽഗ്രിമേജ് എക്സെട്ര വെർ റിജക്റ്റഡ് ബൈ ഹിം. അതായത് ജാതി വിവേചനം, അതേപോലെ തന്നെ വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. എക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ്.
സാമ്പത്തിക അസമത്വം അദ്ദേഹം ചോദ്യം ചെയ്തു. കുറച്ച് പേർക്ക് കൂടുതൽ സമ്പത്ത്, കുറച്ച് പേർക്ക് തീരെ സമ്പത്തില്ല. ഇതൊക്കെ ഒരു ഇൻഇക്വാലിറ്റി സമ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെർ എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്, അതായത് ലഹരി ഉപേക്ഷിക്കാൻ അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഈ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലങ്കാർ. ലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്കാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ വെർ ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. ഇപ്പം ലങ്കാർ എന്ന് പറഞ്ഞാൽ പൊതു അടുക്കള, എല്ലാവർക്കും ഒരുമിച്ച്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാവുന്ന ലങ്കാർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. ഓക്കെ, അപ്പോൾ അതാണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുരുനാനാക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബസവണ്ണ, കബീർ, ഗുരുനാനാക്ക് എന്നിവരെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാബായ്. Discuss the significant role of Mirabai, Akka Mahadevi, etc. in the growth of Bhakti movement. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൽ കുറേ സ്ത്രീ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ മീരാബായ്, അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമാണെന്ന് ചർച്ച ചെയ്യുക. പേജ് 33 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മീരാബായ് വാസ് എ രജ്പുത് പ്രിൻസസ് ഹൂ ലിവ്ഡ് ഇൻ ചിറ്റോർ, രാജസ്ഥാൻ. മീരാബായ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെ ചിത്തോറിൽ ജീവിച്ചിരുന്ന ഒരു പ്രിൻസസ് ആയിരുന്നു, രാജകുമാരി ആയിരുന്നു. ഷീ ഗേവ് അപ്പ് ഓൾ ദ വേൾഡ്ലി കംഫർട്ട്സ് ആൻഡ് ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോഷൻ ടു കൃഷ്ണ. അവർ ജീവിത സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കൃഷ്ണൻ്റെ ഭക്തിയിലും ഒഴുകി. കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ മീരാബായ് ആർ വെരി പോപ്പുലർ. മീരാബായ് രചിച്ച അദ്ദേഹത്തെ കൃഷ്ണ ഭജനുകൾ വളരെ പ്രസിദ്ധമാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ആളാണ്, സ്ത്രീ സാന്നിധ്യമാണ്, കാരയ്ക്കൽ അമ്മാർ ആണ്ടാൾ. അതായത് കാരയ്ക്കൽ അമ്മാർ ആൻഡ് ആണ്ടാൾ വേർ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഫ്രം തമിഴ്നാട്ടിൽ പ്രശസ്തരായ ഭക്ത കവയത്രിമാരാണ് കാരയ്ക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ. Their composition expressed deep devotion to their favorite deity. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധന ഇഷ്ടദൈവം ഉണ്ടാവും. അവരോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ് അവരുടെ രചനകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ആളാരാണ്? അക്ക മഹാദേവി വാസ് എ പ്രൊമിനൻറ്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ ബസവണ്ണയുടെ വീരശൈവ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു. അതേപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ സാന്നിധ്യമായിരുന്നു അക്ക മഹാദേവി. She led discussion against the social and spiritual oppressions the women faced in those days. അന്നത്തെ കാലത്ത് സ്ത്രീകൾ സാമൂഹികമായും ആത്മീയമായിട്ടും വളരെ അടിച്ചമർത്തപ്പെട്ടിരുന്നു. അതിനെതിരെ നടന്ന ചർച്ചകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ ഇതാണ് ഭക്തി പ്രസ്ഥാനത്തിലെ വിമൻ പാർട്ടിസിപ്പേഷൻ. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാബായ്, അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫെയർ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ബേർഡ്സ് ഇൻ ഭക്തി മൂവ്മെൻറ്റ് വർ ഫ്രം സോ കോൾഡ് മാർജിനൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. Okay, they questioned caste system and privilege enjoyed by Brahmins. As a result, the concept of social equality began to emerge. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അസമത്വങ്ങളെക്കുറിച്ചൊക്കെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ആ ഒരു ചോദ്യം ചെയ്യുന്നതിലൂടെ വളരെയധികം പുരോഗമനം ഉണ്ടായി. Women were allowed to participate in discussions ഇൻ ദ അനുഭവ മണ്ഡലം. അപ്പം ആളുകൾക്ക് അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്കൊക്കെ സ്ത്രീകൾക്ക് ആദ്യം അവസരമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ദിയർ ഒപ്പീനിയൻസ് ഗെയിൻഡ് റെക്കഗ്നീഷൻ ആൻഡ് മെയ്ഡ് ദം തിങ്ക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു. അപ്പോൾ അവർ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയക്കുറിച്ച് ചിന്തിച്ചു. The Bhakti movement was also able to educate people about the greatness of occupation. അപ്പോൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ കഴിയും. അപ്പം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഫോമാറ്റ് ഓഫ് ഫ്ലിപ്പ് പേജ്. പേജ് 35 ചോദ്യമാണ്. അപ്പോൾ നമുക്ക് പിന്നീട് പഠിക്കാനുള്ള ഒരു സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്.
ഫ്ലിപ്പ് ബുക്കിൽ എഴുതാനുള്ള 2 കാര്യങ്ങൾ അവിടെ എഴുതി തന്നിട്ടുണ്ടല്ലേ. എന്താണ്? സൂഫീസ് എംഫസൈസ് വാസ് ഗിവൻ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോത്തിസം, fraternity, humanity, and devotion to God. Sufi saints traveled among the common people and propagated Sufi principles. Sufi scholars taught that one of the ways to access God was devotional singing. Sufi's emphasis was given to the concept of monotheism, fraternity, humanity, and devotion to the God. സൂഫിസം പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ അവർ എംഫസൈസ് ചെയ്തത് എന്താണ്? മോണോത്തിസം, ഏകദൈവ വിശ്വാസം, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് സാഹോദര്യം, എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുക, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് സ്നേഹിക്കുക, ഡിവോഷൻ ടു ഗോഡ്, ഇതൊക്കെയാണ് അവർ എന്താണ് അവർ ഇമ്പോർട്ടൻസ് നൽകിയത്. പിന്നെ സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നാണ്. സുഫ് എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ് അർത്ഥം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജസ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് എങ്ങനെയാണ് പ്രാദേശിക ഭാഷയൊക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നോക്കാം. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റർ യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജ് ടു സ്പ്രെഡ് ദിയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. അവരൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? സാധാരണക്കാരുടെ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷ വളരുന്നതിന് വളരെയധികം സഹായകമായും. This led to the growth of regional languages. Many devotional poems were composed in languages like Tamil, Punjab, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many other literary works in vernacular languages were also composed. Urdu, a combination of Persian and Hindi, is an example of India's cultural integration. Amir Khusro was one of the most prominent writers of the Urdu language during this period. Okay. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പ്രാദേശിക ഭാഷയിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളൊക്കെ നമ്മൾ കുറച്ച് ഒരു ബോക്സ് ഉണ്ട്, അത് നമ്മൾ വായിക്കണം. ഓക്കെ, ഇനി അടുത്തത് വാട്ട് വർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, റിലീജിയസ് ടോളറൻസ്, peaceful atmosphere, attitude against caste discrimination. The ideas of various religions were brought common people to coexist. അപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ മുഴുവൻ പ്രവർത്തനങ്ങളും, അതായത് മുഴുവൻ ടെക്സ്റ്റിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗുരുനാനാക്ക്, സൂഫി മൂവ്മെൻറ്റ്, ഭക്തി മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ഗുരുനാനാക്ക്, അതേപോലെ വസവണ്ണ, വീരശൈവ മൂവ്മെൻറ്റ്സ്, കബീർ, ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നല്ലവണ്ണം വായിക്കണം.